കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പ്രഭാതത്തിലെ സൂര്യൻ എങ്ങനെയാണോ ഭൂതലത്തെ പ്രകാശനമാക്കുന്നത്, അതുപോലെ കർത്താവെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളുടെ ഇടടഞ്ഞ ജീവിതത്തെ പ്രകാശനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടത്തിന് കൊടുക്കുന്ന വിശുദ്ധമായ രക്തം കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിലേക്ക് കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്നു. മനസ്സ് പല പല കാര്യങ്ങൾ കൊണ്ട് ഇടിഞ്ഞു പോയവരുടെ കർത്താവെ, അവസാദം, ഡിപ്രഷൻ വന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ കൊണ്ട് കർത്താവെ നീ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നവനാണ്. നിന്റെ വിശുദ്ധ രക്തം 1 യോഹന്നാൻ 1:7 അടിയാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ്. കർത്താവ്, അതേ വിശുദ്ധ രക്തത്തെ ആസ്പദമായിക്കൊണ്ട് അടിയൻ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ, അങ്ങയുടെ കരുണയുടെ ആധിക്യത്താൽ അങ്ങയുടെ മക്കൾക്കുള്ള അവസാദ രോഗങ്ങളെ അങ്ങ് എങ്ങനെയാണോ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ തുരത്തപ്പെടുന്നത്, അതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ അങ്ങയുടെ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ തുരത്തപ്പെടുവാനും അവർക്ക് പോകേണ്ട വഴി ഞാൻ നിൻ്റെ സങ്കീർത്തനം 32:8 നീ പറഞ്ഞു, നീ പോകേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മുഖത്ത് നോക്കി എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ആദ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ പരിധി ഞാൻ കൊണ്ടുവരുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന വലുതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം ആ മക്കളുടെ ശിരസ് നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യോഗ്യത കൊണ്ടല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഇവിടെ ഇപ്പോഴും ഈ നിമിഷം ഈ വീട്ടിൽ ഏതെല്ലാം തരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ, എൻ്റെ കർത്താവെ, ഞാൻ നിന്നോട് യാചിച്ച് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശിതമായ അവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ തള്ളിക്കളയാനോ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവമായി, ഞങ്ങളുടെ ദൈവമായി അങ്ങ് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യന് വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല. അങ്ങയുടെ ദൈവത്വത്തിന് ഭംഗം വരുത്തുന്ന പൈശാചിക നടപടികളെ ഞാൻ ഈ കുരിശിൻ്റെ ശക്തിയാൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ചൈതന്യം, കർത്താവ് വിശ്വാസം കൊടുക്കുന്ന മക്കൾക്ക്, പ്രത്യാശ നൽകുന്ന മക്കൾക്ക്, കർത്താവ് ഇന്നലെ എന്ത് സംഭവിച്ചു അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിലെ നീ ഇറങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ഇന്ന് തിരിച്ചു വരുന്ന കാലത്ത് ഇതിൻ്റെ എല്ലാ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് നീ രാത്രി തിരിച്ചു വരുമ്പോൾ നീ ഊർജ്ജസ്വലയായിരിക്കും, നീ ശക്തിയുള്ളവളായിരിക്കും, നീ ശക്തിയുള്ളവനായിരിക്കും. കർത്താവിൻ്റെ കൃപ നിലച്ചൊരിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ.